Hi, dear students. Today, we are going to start a new chapter from 8th Standard Social Science. That is the second chapter, the River Valley Civilizations. നദീതട സംസ്കാരങ്ങൾ എന്ന് പറയാം. റിവർ വാലി സിവിലൈസേഷൻസ് ആണ് നമ്മളിവിടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് a few civilizations, major civilizations in the world. Bronze Age civilizations like Indus Valley civilization, Egyptian civilization, Mesopotamian civilization, Chinese civilization. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമുക്ക് അതിൽ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് തന്നെ കിടക്കാം അല്ലേ. സോ സെക്കൻഡ് ചാപ്റ്റർ ഫ്രം 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ്, ദി റിവർ വാലി സിവിലൈസേഷൻസ്. റിവർ വാലി സിവിലൈസേഷൻസ്, നദീതട സംസ്കാരങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. ഏറ്റവും ആദ്യം ഒരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് ദി ഇയർ 1856. അപ്പോൾ വർഷം ഏതാണ്? 1856 ആണ്. ഇന്ത്യയിലെ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ, അന്നത്തെ ഇന്ത്യ. ദി ബ്രിട്ടീഷ് ഡിസൈഡഡ് ടു ലേ എ റെയിൽവേ ലൈൻ ഫ്രം മുൾട്ടാൻ ടു ലാഹോർ. അതായത് മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അപ്പൊ അന്ന് ഈ പറയുന്ന ഈ ഒരു 1856 ഈ മുൾട്ടാൻ അതേപോലെ ലാഹോർ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് ഇത് രണ്ടും എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്, പാകിസ്ഥാന്റെ ഭാഗമാണ് അല്ലെ, നമുക്കറിയാം. എനിവേ 1856 ദി ബ്രിട്ടീഷ് ഡിസൈഡഡ് ടു ലേ എ റെയിൽവേ ലൈൻ ഫ്രം മുൾട്ടാൻ ടു ലാഹോർ. ലാഹോറിലേക്ക്, മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽ പാത നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദി ബ്രണ്ടൻ ബ്രദേഴ്സ് വർ അസൈൻഡ് ദി ചാർജ് ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ ഒരു നിർമ്മാണത്തിന്റെ, ഈ ഒരു പാതയുടെ നിർമ്മാണത്തിന്റെ ചുമതല ആർക്കാണ് കിട്ടിയിരുന്നത്? ബ്രണ്ടൻ സഹോദരങ്ങൾക്കാണ്. ബ്രണ്ടൻ ബ്രദേഴ്സിനായിരുന്നു അതിന്റെ ചാർജ്, ആ കൺസ്ട്രക്ഷന്റെ ചാർജ് ഉണ്ടായിരുന്നത്. ദി ലൈൻ വാസ് ടു ബി ലെഡ് the line was to be laid through the Indus Valley. ഈ ഒരു റെയിൽ പാത ഇതിലൂടെയാണ് പോകുന്നത്? ഇൻഡസ് വാലി അഥവാ സിന്ധു നദീതടത്തിലൂടെയാണ്, സിന്ധു നദിയുടെ തീരത്തൂടെയാണ് ഈ ഒരു റെയിൽ പാത പോകുന്നത്. And though the brothers who were engineers toiled hard with laborers, they could not fix the railway track in the loose soil. അവര് എഞ്ചിനീയേഴ്സ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ബ്രണ്ടൻ ബ്രദേഴ്സ് എന്താണ്? ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന ബ്രണ്ടൻ ബ്രദേഴ്സ് എഞ്ചിനീയേഴ്സ് ആണ്. സോ അവരും അവരുടെ തൊഴിലാളികളും എല്ലാം കൂടെ ഒരുപാട് പരിശ്രമിച്ചിട്ടും, അവർ എത്ര ശ്രമിച്ചിട്ടും they could not fix the railway track in the loose soil. അവർക്ക് എന്തിനു കഴിയുന്നില്ല? അവിടുത്തെ മണ്ണിന് തീരെ ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു റെയിൽവേ പാത നിർമ്മാണം അവർക്ക് അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽപാളം അവിടെ ഉറപ്പിക്കാൻ, ഫിക്സ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ലൂസ് സോയിൽ ആണ് അവിടെ ഉണ്ടായിരുന്നത്. സോ ദി കൺസ്ട്രക്ഷൻ കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കൺസ്ട്രക്ഷൻ എന്തായി? കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് വെച്ചാൽ ആകെ ആ ഒരു പണി മുന്നോട്ട് പോവാതെ വഴിമുട്ടി നിന്നു. ദി കൺസ്ട്രക്ഷൻ came to a standstill. Then the engineers noticed some burned bricks nearby. അപ്പോഴാണ് ഈ ബ്രണ്ടൻ ബ്രദേഴ്സ്, ഈ പറഞ്ഞ ബ്രണ്ടൻ ബ്രദേഴ്സും മറ്റു എഞ്ചിനീയേഴ്സും ഒക്കെ എന്ത് കാണുന്നത്? തൊട്ടടുത്ത് തന്നെ കുറച്ച് ബേൺഡ് ബ്രിക്സ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന അപ്പോഴാണ്. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചുട്ടെടുത്ത ഇഷ്ടിക, മൺകട്ടകൾ എന്ന് പറയാം. നമ്മൾ ഇന്ന് ഇഷ്ടിക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചുട്ടെടുത്ത മൺകട്ടകൾ, ബേൺഡ് ബ്രിക്സ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാരും കൊണ്ടിട്ടതല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്ന സംഗതിയാണ്. സോ they were hard and suitable for laying the track. അപ്പോൾ ആ ഇഷ്ടിക കട്ടകള് എന്തിനു പറ്റുമായിരുന്നു? നല്ല ഉറപ്പുള്ളതാണ്. അപ്പൊ റെയിൽപാളം ഉറപ്പിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഉറപ്പുള്ള കട്ടകളായിരുന്നു. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം they paved those bricks and laid the line. അധികം സമയം കളയാണ്ട് അവരെന്ത് ചെയ്തു? ആ ബേൺഡ് ബ്രിക്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അത് മണ്ണിൽ പാകി, അതിന് മുകളിൽ എന്ത് ചെയ്തു? ആ ചുടുകട്ടകൾ മണ്ണിൽ പാകി, അതിന് മുകളിലാണ് അവർ ആ റെയിൽ പാത ഫിക്സ് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഒരു വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പാസേജ് ആണ് ഇവിടെ കൊടുത്തത് അല്ലെ. ഓക്കെ, ഇത് എന്തിനാ ഇവിടെ കൊടുത്തതെന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. Neither the laborers
nor the engineers realized that those burned bricks were the remains of a great civilization that existed centuries back. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള തൊഴിലാളികളോ ആ എഞ്ചിനീയേഴ്സിനോ ഒന്നും ഈ ഒരു ബേൺഡ് ബ്രിക്സിന്റെ ഹിസ്റ്ററിയെ പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എത്രയോ സെഞ്ചുറീസ്, ഇവിടെ പറയുന്നു സെഞ്ചുറീസ് ബാക്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ഒരു വലിയ സിവിലൈസേഷന്റെ റിമൈൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ശേഷിപ്പുകളായിരുന്നു ആ ബേൺഡ് ബ്രിക്സ് എന്നുള്ള കാര്യമൊന്നും ആ ജോലി ചെയ്ത അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ലേറ്റർ when Sir John Marshall was the Director General of Archaeological Survey of India, an excavation was undertaken in 1921 and it revealed that the bricks were the ruins of a great civilization. പിന്നെ എപ്പോഴാണ് നമ്മൾ അത് തിരിച്ചറിയുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ASI എന്ന് ചുരുക്കി പറയാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട്, ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് സർ ജോൺ മാർഷൽ അപ്പോയിന്റഡ് ആയ ശേഷമാണ് 1921 ഈ പ്രദേശത്ത് ഈ ബ്രിക്സ് കിട്ടിയ ഈ ഒരു ഭാഗത്ത് എക്സ്കവേഷൻ നടക്കുന്നതും അവിടെ ഒരു വലിയ സിവിലൈസേഷൻ മുമ്പ് ഉണ്ടായിരുന്നു, വലിയ സംസ്കാരം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് അവര് കണ്ടെത്തുന്നതുമൊക്കെ. ഓക്കെ, later when Sir John Marshall was the Director General of Archaeological Survey of India, അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയി വന്ന സമയത്ത് an excavation was undertaken in 1921. 1921 ഈ പറയുന്ന പ്രദേശത്ത് ഒരു എക്സ്കവേഷൻ, ഒരു പഠനം അവിടെ നടന്നു. and it revealed that the bricks were the ruins of a great civilization. ആ ബേൺഡ് ബ്രിക്സ് ഒരു വലിയ മഹത്തായ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സിവിലൈസേഷന്റെ റിമൈൻസ് ആണ്, ശേഷിപ്പുകളാണ് എന്ന് അവര് ഐഡന്റിഫൈ ചെയ്തു. ഏതാണ് ആ സിവിലൈസേഷൻ? നമ്മൾ പറഞ്ഞല്ലോ, ഇൻഡസ് വാലിയിലാണ് ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ കൺസ്ട്രക്ഷൻ നടന്നത്. സോ ആ ഭാഗത്തുള്ള സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു ബാക്കി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും പഠിക്കാം. ദി എക്സ്കവേഷൻസ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു സംഭവമുണ്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് സർ ജോൺ മാർഷൽ വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കാണാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. Okay, the Archaeological Survey of India leads to the researchers on archaeology in India. പുരാവസ്തു മേഖലയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ASI. ആൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി റീൻ ഓഫ് ബ്രിട്ടീഷ്. ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് ആരുടെ കാലത്ത്? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ ASI ഫോം ചെയ്യപ്പെടുന്നത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കൊക്കെ, സ്റ്റഡീസിനൊക്കെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എനിവേ, ദി എക്സ്കവേഷൻസ് revealed that a civilization had existed in the valleys of river Indus and its tributaries. ഈ ഇൻഡസിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസ്, എന്ന് പറയുമ്പോൾ അതിന്റെ പോഷക നദികൾ, മറ്റ് പോഷക നദികളൊക്കെ അല്ലെ. അപ്പോ ദി എക്സ്കവേഷൻസ് റിവീൽഡ് ദാറ്റ് എ സിവിലൈസേഷൻ ഹാഡ് എക്സിസ്റ്റഡ് ഇൻ ദി വാലീസ് ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് സിന്ധു നദിയുടെയും അതേപോലെ അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ കൈവഴികൾ, അതിന്റെ മറ്റ്, അതായത് ആ മെയിൻ റിവറുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ചെറിയ ചെറിയ നദികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡസ് റിവറിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും പരിസരങ്ങളിലായിട്ട് ഒരു വലിയ സിവിലൈസേഷൻ നിലനിന്നിരുന്നു എന്ന് ഈ ഒരു എക്സ്കവേഷൻ, അവിടെ നടന്ന ആ ഒരു സ്റ്റഡീസ് കണ്ടെത്തി. ഹെൻസ് ദിസ് സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ റിവർ ഇൻഡസിന്റെ തീരത്തുള്ള സിവിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സിവിലൈസേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. Okay, the first excavation was conducted in Harappa in the present Pakistan. അപ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ എക്സ്കവേഷൻ നടക്കുന്നത് എവിടെയാണ്? ഹാരപ്പയിലാണ്. ഓക്കെ, ഈ എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ ഉദ്ഖനനം എന്നാണ്. അങ്ങനെയുള്ള ഈ പഴയകാലത്തെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള പ്രദേശം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അവിടുത്തെ മണ്ണ് ഇളക്കി വളരെ മെല്ലെ മെല്ലെ സൂക്ഷ്മമായി കുഴിച്ചെടുക്കുക. ഇതിൽ JCB ഉപയോഗിച്ചുകൊണ്ട് മാന്തി എടുക്കല്ല, വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മെല്ലെ മെല്ലെ മണ്ണ് നീക്കിയൊക്കെ പിന്നെ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ എക്സ്കവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഉദ്ഖനനം എന്ന് മലയാളത്തിൽ പറയാം. സോ സച്ച് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് firstly
in Harappa. Okay, so first excavation was conducted in Harappa in the present Pakistan, and it was led by Dayaram Sahni. ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ എക്സ്കവേഷൻ സ്റ്റഡീസ് നടക്കുന്നത് എവിടെയാണ്? ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റിലാണ്. അത് എവിടെയാണ്? ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ഹാരപ്പ ഇൻ ദി പ്രസന്റ് പാകിസ്ഥാൻ, ഇന്ന് അത് പാകിസ്ഥാനിലാണ്. ആൻഡ് ദാറ്റ് സ്റ്റഡി, ദാറ്റ് എക്സ്കവേഷൻ വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി. ആ ഹാരപ്പയിലെ സ്റ്റഡീസിന് ലീഡർഷിപ്പ് കൊടുത്തത് ആരാണ്? ദാറ്റ് വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. Okay, since the first evidence for the Indus Valley civilization was obtained from Harappa, this civilization is also known as Harappan civilization. സംഗതി മനസ്സിലായല്ലോ? Indus Valley civilization is also known as Harappan civilization. ഇൻഡസ് വാലി സിവിലൈസേഷന്, സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ എന്തും വിളിക്കുന്നുണ്ട്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ സെന്റൻസ്. എന്താ റീസൺ? സിൻസ് ദി ഫസ്റ്റ് എവിഡൻസ് ഫോർ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹാരപ്പ, ദിസ് സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് സ്റ്റഡീസ് നടന്നത് എവിടെയാണ്? ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹാരപ്പയെ നമ്മൾ, ആ ഹാരപ്പ എന്നുള്ള പേര് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ എന്ത് വിളിക്കുന്നുണ്ട്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ബിക്കോസ് ദി ഫസ്റ്റ് സ്റ്റഡീസ് ഓർ ദി ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് വാസ് R.D. Banerjee who led excavations in Mohenjo-daro in the present Pakistan. That is the another city in Harappan civilization. ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേജർ സിറ്റി ആയിരുന്നു ഏത്? മോഹൻജൊദാരോ എന്ന് പറയുന്ന സിറ്റി. ഓക്കെ, ഹാരപ്പ പോലെ തന്നെ മറ്റൊരു മേജർ സിറ്റിയാണ് മോഹൻജൊദാരോ. ആൻഡ് മോഹൻജൊദാരോയിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് ആരാണ്? R.D. Banerjee. R.D. Banerjee who led the excavations in Mohenjo-daro in the present Pakistan. മോഹൻജൊദാരോയും എവിടെ തന്നെയാണ്? ഇന്നത്തെ പാകിസ്ഥാനിലാണ്. മോഹൻജൊദാരോ എന്ന ഒരു ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദി മൗണ്ട് ഓഫ് ദി ഡെത്ത്, മരിച്ചവരുടെ കുന്ന് എന്നാണ് ഈ മോഹൻജൊദാരോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് നമുക്ക് ടെക്സ്റ്റ് പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ദി മൗണ്ട് ഓഫ് ദി ഡെത്ത്, മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജൊദാരോ എന്ന വാക്കിന്റെ അർത്ഥം. എനിവേ, സോ R.D. Banerjee led excavations in Mohenjo-daro, that is also in the present Pakistan. അപ്പോൾ ഹാരപ്പയിലെ സ്റ്റഡീസ് പിന്നെ ലീഡ് ചെയ്ത ആരാണ്? ദയാറാം സാഹ്നിയാണ്. ഹാരപ്പ എവിടെയാണ്? ഇൻ ദി പ്രസന്റ് പാകിസ്ഥാൻ. മൊഹൻജൊദാരോയിൽ സ്റ്റഡീസ് ലീഡ് ചെയ്ത ആരാണ്? R.D. Banerjee ആണ്. മൊഹൻജൊദാരോ എവിടെയാണ്? ഇൻ ദി പ്രസന്റ് പാകിസ്ഥാൻ. Further researches on this civilization are going on. ഇപ്പോഴും ആ ഒരു സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ദി ചാർട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്കവേഷൻസ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട്, ഒരു ഡയഗ്രാം അല്ലെ, ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എളുപ്പമാണ്. ദി ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് പഠിച്ച ഒരാളുണ്ടല്ലോ, ഇപ്പോഴത്തെ അല്ല ചോദിക്കുന്നത്, ആരായിരുന്നു? ആരാണ്? ഇവിടെ ഫോട്ടോ കാണാം. ആദ്യത്തെ ഫോട്ടോയിലുള്ള വ്യക്തി തന്നെയാണ് സർ ജോൺ മാർഷൽ. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? സർ ജോൺ മാർഷൽ എന്ന് എഴുതാം. ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, രണ്ട് സൈറ്റുകളെ പറ്റി പറഞ്ഞു അല്ലെ. സോ അതിൽ R.D. Banerjee ഏത് സ്ഥലത്തുള്ള സ്റ്റഡീസാണ് ലീഡ് ചെയ്തത്? നമ്മൾ പറഞ്ഞു R.D. Banerjee എവിടെയാണ്? മൊഹൻജൊദാരോയാണ്. മൊഹൻജൊദാരോ. അതേപോലെ ഇവിടെ ആളെ പേര് കൊടുത്തിട്ടില്ല, താഴെ കൊടുത്തിട്ടുണ്ട് എന്ത്? കണ്ടക്റ്റഡ് എക്സ്കവേഷൻസ് ഇൻ ഹാരപ്പ. സോ ഹൂ കണ്ടക്റ്റഡ് എക്സ്കവേഷൻസ് ഇൻ ഹാരപ്പ? ഇറ്റ് വാസ് ദയാറാം സാഹ്നി. Dayaram Sahni conducted excavations in Harappa. R.D. Banerjee conducted excavations in Mohenjo-daro. Okay, then the Harappan civilization stretched across the region ranging from the western part of Pakistan, to Alangarpur in Uttar Pradesh,
ആൻഡ് ഫ്രം കശ്മീർ ഇൻ നോർത്ത് ടു ദി നർമ്മദ വാലി ഇൻ ദി സൗത്ത്. എന്താ ഇവിടെ പറയുന്നത്? ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എവിടെ മുതൽ എവിടം വരെ സ്പ്രെഡ് ചെയ്ത് കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എവിടം മുതൽ എവിടം വരെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുകയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ സ്ട്രെച്ച്ഡ് അക്രോസ് ദി റീജിയൻ റേഞ്ചിങ് ഫ്രം ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു അലാങ്കിപ്പൂർ ഇൻ ഉത്തർപ്രദേശ്. പാകിസ്ഥാന്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ, പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗം മുതൽ ഉത്തർപ്രദേശിലെ അലാങ്കിർപൂർ വരെ, ഓക്കെ, ഉത്തർപ്രദേശിലെ അലാങ്കിർപൂർ വരെയും, അതേപോലെ ഫ്രം കശ്മീർ ഇൻ ദി നോർത്ത് ടു നർമ്മദ വാലി ഇൻ ദി സൗത്ത്. നോർത്തില് ജമ്മു ആൻഡ് കശ്മീർ മുതൽ സൗത്തില് നർമ്മദ വാലി വരെ, നർമ്മദ തീരം വരെയും ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ആ സെന്റൻസ് ശ്രദ്ധിക്കുക. എവിടെ മുതൽ എവിടെ വരെയാണ്? ഫ്രം ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു അലാങ്കിപ്പൂർ ഇൻ ഉത്തർപ്രദേശ്. ഫ്രം കശ്മീർ ഇൻ ദി നോർത്ത് ടു നർമ്മദ വാലി ഇൻ ദി സൗത്ത്. ഇനി അതിന്റെ പീരീഡ് പറയാണ്. ദി പീരീഡ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ BCE 2700 ആൻഡ് BCE 1700. ഓക്കെ, BCE 2700-ന്റെയും BCE 1700-ന്റെയും ഇടയിലായിരുന്നു ഈ ഒരു സിവിലൈസേഷന്റെ പീരീഡ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, നിലവിലുള്ള കണ്ടെത്തൽ പ്രകാരം ഈ ഒരു കാലഘട്ടമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. BCE 2700-ന്റെയും BCE 1700-ന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ എമേർജ് ചെയ്തത്, ഫ്ലറിഷ് ചെയ്തത് എന്നൊക്കെയാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പീരീഡ് നമുക്ക് കിട്ടി, അതിന്റെ ലൊക്കാലിറ്റി, അതിന്റെ ഏരിയ നമുക്ക് കിട്ടി. Then observe the map and list the major sites of Indus Valley civilization in the table given. Identify the present countries in which they are situated. എന്താ ഇവിടെ പറയുന്നത്? താഴെ ഒരു മാപ്പ് ഉണ്ട് അല്ലെ? ഈ മാപ്പ് നോക്കിയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സൈറ്റ്സ് അല്ലെങ്കിൽ സിറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സൈറ്റ്സ് അല്ലെ, കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സൈറ്റുകളൊക്കെ ഇന്ന് ഏത് രാജ്യത്ത്, ഐഡന്റിഫൈ ദി പ്രസന്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ സിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ഈ സൈറ്റുകളൊക്കെ, ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് ഏത് രാജ്യത്താണ്, ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ വേറെ ഏതെങ്കിലും രാജ്യത്താണോ, അതും കൂടി കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു മാപ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ പേരുകൾ കാണാൻ പറ്റും. അതിൽ രാജ്യങ്ങളുടെ പേരും കാണാം. അവിടെ ഇന്ത്യ എന്ന് കാണാം. നമുക്ക് ഇന്ത്യന്റെ മാപ്പ് നമുക്കറിയാലോ. ഇവിടെ ഗുജറാത്തിന്റെ അവിടെ മുതൽ ചെയ്ത ഈ ഒരു ഡാർക്ക് മാർക്ക് ചെയ്ത ഇങ്ങനെ പോയിട്ട് കശ്മീർ മുകളിൽ കാണാം. അപ്പൊ ഇന്ത്യ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പാകിസ്ഥാൻ കാണാം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അഫ്ഗാനിസ്ഥാൻ കാണാം. അപ്പോൾ രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളാണ് നമ്മൾ പ്രധാന. മുകളിൽ വേറെ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, തുർക്ക്മെനിസ്ഥാൻ അതേപോലെ തജാക്കിസ്ഥാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ചൈനയുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും എന്തില്ല, ഓരോ സൈറ്റ്സിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ ഓരോ താഴെയുള്ള ടേബിളിൽ സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഏത് കൺട്രിയിലാണ് ഉള്ളത് എന്നാണ് മെയിൻ ആയിട്ട് കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് വെറുതെയുള്ള ഒരു ആക്ടിവിറ്റി അല്ല, എക്സാമിന് ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഓൾറെഡി പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഹാരപ്പ ആൻഡ് മൊഹൻജൊദാരോ ബിലോങ് ടു പ്രസന്റ് പാകിസ്ഥാൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. ഓക്കെ, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എവിടെ ഹാരപ്പ? ഇതാ ഹാരപ്പ ഇവിടെ കാണാം. നമുക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഹാരപ്പ ഇതാണ് ഹാരപ്പ എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു ഭാഗം. അതെവിടെയാണ്? അത് പാകിസ്ഥാനിലാണ്. അതേപോലെ മൊഹൻജൊദാരോ എവിടെയാണ്? അതും പാകിസ്ഥാനിലാണ്. അതേപോലെ വേറെ കുറെ സ്ഥലങ്ങൾ ഇവിടെ കാണാം. നമുക്ക് ധോലവിര, ബൻവാലി, കാളിബംഗൻ, അലാങ്കിർപൂർ അല്ല, അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തൽക്കാലം ആ ഒരു ടേബിൾ നോക്കിയിട്ട് അതിന്റെ ആൻസർ എന്താന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് നോക്കാം അല്ലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഏറ്റവും ആദ്യം ഹാരപ്പ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. മൊഹൻജൊദാരോ ഓൾസോ ഇൻ പാകിസ്ഥാൻ. സുത്കജൻദോർ എവിടെയാ? അതും പാകിസ്ഥാനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുത്കജൻദോർ ഇവിടെ കാണാൻ പറ്റും. എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അലാംഗിർപൂർ, ബൻവാലി, കാളിബംഗൻ, ലോഥൽ,
ധോലവിര, രംഗ്പൂർ, ഇത്രയും സ്ഥലങ്ങൾ ഇന്ത്യയിലാണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കാണാം ധോലവിര, ലോത്തൽ, രംഗ്പൂർ, അലാങ്കിർപൂർ, കാളിബംഗൻ, ബൻവാലി, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ഇന്ത്യയിലാണ്. കാളിബംഗൻ എന്ന് പറയുന്ന സൈറ്റ്, ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, മോഹൻജുദാരോ മീൻസ് ലിറ്ററലി ഇറ്റ് മീൻസ് ദി മൗണ്ട് ഓഫ് ദി ഡെത്ത്, അല്ലെ, മരിച്ചവരുടെ കുന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ കാളിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലാക്ക് ബാംഗിൾസ് എന്നാണ്. ബ്ലാക്ക് ബാംഗിൾസ്, ദാറ്റ് മീൻസ് കറുത്ത വളകൾ എന്നാണ് കാളിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം. അതൊന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല, ടെക്സ്റ്റ് പഠിക്കാനില്ല, എക്സ്ട്രാ ഞാനൊന്ന് പറഞ്ഞു മാത്രം. എനിവേ, അപ്പോൾ ഈ സൈറ്റുകളൊക്കെ ബാക്കിയുള്ളതൊക്കെ അലാങ്കിർപൂർ, ബൻവാലി, കാളിബംഗൻ, ലോഥൽ, ധോലവിര, രംഗ്പൂർ, ഇത്രയും സ്ഥലങ്ങൾ എവിടെയാണ്? ഇന്ത്യയിലാണ്. ഷൊർത്തുഗായ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു സൈറ്റ് ഉണ്ട്, ഷൊർത്തുഗായ്. ഷൊർത്തുഗായ്, ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ നോക്കാം. ഇതാ കാണുന്നില്ല, നിങ്ങൾ മോളിൽ ഇവിടെ കാണുന്നുണ്ടാവും, ഷൊർത്തുഗായ്. ആ ഷൊർത്തുഗായ് എവിടെയാണ്? ഇന്ത്യയല്ല, പാകിസ്ഥാനല്ല, അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, എവിടെയാണ്? അഫ്ഗാനിസ്ഥാൻ. സോ വി കംപ്ലീറ്റഡ് ദിസ് ആക്ടിവിറ്റി, അല്ലെ, വി കംപ്ലീറ്റഡ് ദി ടേബിൾ. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത പേജിലേക്ക് പോവാം. ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്, ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്. ഓക്കെ, ഈ ഹാരപ്പൻ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഹാരപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് മാത്രമല്ല, ഇൻഡസ് വാലി സിവിലൈസേഷന് വി ഓൾസോ കോൾഡ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻസിലെ സിറ്റീസിനെ ഹാരപ്പൻ സിറ്റീസ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഹാരപ്പയിലെ ഫീച്ചേഴ്സ് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ സൈറ്റിന്റെയും ജനറൽ ഫീച്ചേഴ്സ് ആയിരിക്കും. എനിവേ, ഫീച്ചേഴ്സ് ഓഫ് cities. We have seen that it was the hardness of the bricks they came across that amazed the laborers. അതായത് നമ്മൾ പിന്നെ നേരത്തെ നോക്കി ആ ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ആ വർക്കേഴ്സിന്, അവിടുത്തെ തൊഴിലാളികളെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബ്രിക്സിന്റെ ഹാർഡ്നെസ് ആയിരുന്നു, ആ ഉറപ്പായിരുന്നു അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയതും. ആ ഒരു ഹാർഡ്നെസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. And the key feature of the Harappan cities was the use of hard burned bricks. Okay, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. The key feature of the Harappan cities, ഹാരപ്പൻ നഗരങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് the use of hard burned bricks. അതായത് നല്ല ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം ഹാരപ്പൻ നഗരങ്ങളുടെ പ്രത്യേകതയാണ്. മീൻസ് ഫോർ ഓൾ ദി കൺസ്ട്രക്ഷൻസ് they used such bricks, they used hard burned bricks. ഓക്കെ, വീടുകൾ ഉണ്ടാക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും കിണറുകളാണെങ്കിലും എല്ലാ കൺസ്ട്രക്ഷൻസിനും അവർ ഉപയോഗിച്ചത് അങ്ങനെയുള്ള ബേൺഡ് ബ്രിക്സ് ആണ്, ചുട്ടെടുത്ത മൺകട്ടകളാണ്. ഓൾ ബിൽഡിങ്സ് were built of burned bricks, എല്ലാ കെട്ടിടങ്ങളും ബേൺഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ദി സിറ്റീസ് ഹാരപ്പ, മൊഹൻജദാരോ, ലോഥൽ all had two parts. നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവാണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. എന്താ ഫസ്റ്റ് പോയിന്റ്? The key feature of Harappan cities was the use of hard burned bricks. All buildings were built of burned bricks. ചുട്ടെടുത്ത മൺകട്ടകൾ കൊണ്ടാണ് എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കിയത്. ഓക്കെ, ദെൻ മറ്റൊരു പോയിന്റിലേക്ക് പോവാണ്. The cities ഹാരപ്പ, മൊഹൻജദാരോ ആൻഡ് ലോഥൽ all had two parts. അതായത് ഈ ഹാരപ്പൻ സിറ്റീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സിറ്റീസിനും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹാരപ്പ, മൊഹൻജദാരോ, ലോഥൽ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസിനൊക്കെ, ആ നഗരങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഓൾ ഹാഡ് ടു പാർട്സ്, രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെയുള്ള നഗരങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഡീറ്റെയിൽ. പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്. ഏതൊക്കെയാണ് രണ്ട് പാർട്സ്? ആ രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ രണ്ട് ഭാഗങ്ങൾക്കും ശരിക്കും ഓരോ പേരുണ്ട്. ആ പേര് ഇവിടെ ഒരു ഹെഡിങ് ആക്കി കൊടുക്കേണ്ടിയിരുന്നു ശരിക്കും, പെട്ടെന്ന് മനസ്സിലാവാൻ. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അവിടെ ആ പേര് ഞാനൊന്ന് ഇവിടെ നിങ്ങൾക്ക് എഴുതിത്തരാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഭാഗം സിറ്റാഡൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സിറ്റാഡൽ? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ ഭാഗം, സെക്കൻഡ് പാർട്ട്, മറ്റൊരു രണ്ട് പാർട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ആ മറ്റേ പാർട്ട്, രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ലോവർ സിറ്റിയാണ്. ഏതാണ്? ലോവർ സിറ്റി. ഓക്കെ, സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റി.
ഇനി നമുക്ക് നോക്കാം എന്താണ് സിറ്റാഡൽ, എന്താണ് ലോവർ സിറ്റി. സോ the Harappan cities had the major Harappan cities had two parts like citadel and lower city. Then what is citadel and lower city? ശ്രദ്ധിക്കുക, the part of the city to the west was higher. അതായത് ഒരു ആ സിറ്റിയുടെ, ഇപ്പൊ ഹാരപ്പ ആണെങ്കിൽ ഹാരപ്പ, ആ ഹാരപ്പയുടെ വെസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, പടിഞ്ഞാറുള്ള ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്, ഉയർന്ന ഭാഗമായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ആ പിന്നെ വെസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഹയർ പ്ലേസ് ആയിരിക്കും. അതേപോലെ ദാറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണകർത്താക്കളാണ്, ഭരണാധികാരികളാണ് ആ പ്രദേശം ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നു. ആൻഡ് ദി റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിങ്സ്, റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിങ്സ് പ്രോബബ്ലി ആൻ അസംബ്ലി ഹാൾ വർ ഡിസ്കവേർഡ് ഹിയർ. ഈ പറയുന്ന ഉയർന്ന പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ സിറ്റിയുടെ വെസ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദി റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ്, പ്രോബബ്ലി ആൻ അസംബ്ലി ഹാൾ, വലിയ ചില കെട്ടിടങ്ങളുടെ, ഓക്കെ, വലിയ ചില കെട്ടിടങ്ങളുടെ, മിക്കവാറും അത് അസംബ്ലി ഹാൾ ആവാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അസംബ്ലി ഹാൾ എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ റിമൈൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറയും. ഓക്കെ, സോ ഹാരപ്പൻ സിറ്റീസ് ഹാഡ് ടു പാർട്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ സിറ്റാഡൽ ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ദാറ്റ് ഈസ് ലോവർ സിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു സിറ്റാഡൽ ഏതാ? ദി പാർട്ട് ഓഫ് ദി സിറ്റി ടു ദി വെസ്റ്റ് വാസ് ഹയർ, അല്ലെ? പടിഞ്ഞാറ് ഭാഗത്തുള്ള, സിറ്റിയുടെ വെസ്റ്റ് ഭാഗത്തുള്ള ഉയർന്ന പ്രദേശമാണ് സിറ്റാഡൽ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭാഗം ഉയർന്നതാണെങ്കിൽ മറുഭാഗം താഴ്ന്നതായിരിക്കുമല്ലോ. അപ്പോഴാണല്ലോ ഒരു ഭാഗം നമ്മൾ ഉയർന്നെന്ന് പറയാം, മറുഭാഗം ഒരു താഴ്ചയുണ്ടെങ്കിലാണ് ഒരു ഭാഗത്തിന് ഉയർച്ച എന്ന് നമ്മൾ പറയാ. അപ്പൊ സിറ്റാഡൽ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഹയർ പ്ലേസ് ആണെങ്കിൽ അപ്പുറത്ത് എന്തുണ്ടാവും? ഒരു ലോവർ സിറ്റി ഉണ്ടാവും, ഒരു താഴ്ന്ന ഭാഗം ഉണ്ടാവും. ഓക്കെ, അപ്പൊ സിറ്റാഡലും ലോവർ സിറ്റിയും. എന്താ ലോവർ സിറ്റിയുടെ ഫീച്ചേഴ്സ്? ദി പാർട്ട് ഓഫ് ദി സിറ്റി ടു ദി ഈസ്റ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ. അപ്പോൾ സിറ്റിയുടെ വെസ്റ്റ് ഭാഗം ഹയർ ആണ്, അല്ലെ, ഉയർന്ന പ്രദേശമാണ്. ആൻഡ് ദാറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അറ്റ് ദി സെയിം ടൈം ദി ഈസ്റ്റ് പാർട്ട് ഓഫ് ദി സിറ്റി വാസ് ലോവർ. സിറ്റിയുടെ വെസ്റ്റ് ഭാഗം ഹയർ ആണെങ്കിൽ സിറ്റിയുടെ ഈസ്റ്റ് ഭാഗം എന്താ, ഓപ്പോസിറ്റ് ഭാഗം എന്താ, ലോവർ ആണ്. ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ. അവിടെ ആരാ താമസിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന, ജീവിക്കുന്ന, വസിക്കുന്ന പ്രദേശമാണ് ആ ലോവർ പാർട്ട് എന്ന് പറയുന്നത്, ലോവർ സിറ്റി. ഓക്കെ, ദി റൂയിൻസ് ഓഫ് many buildings, the ruins of many buildings that might have been houses were unearthed here. അപ്പൊ ഈ ഒരു ലോവർ സിറ്റി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദി റൂയിൻസ് ഓഫ് മെനി ബിൽഡിങ്സ് that might have been houses were unearthed here. അതായത് വീടുകൾ, അല്ലെ, ഒരുപാട് വീടുകളുടെ, നിരവധി കെട്ടിടങ്ങളുടെ, അതായത് വീടുകളാണെന്ന് തോന്നുന്ന നിരവധി കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ, റിമൈൻസ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഈ ലോവർ സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം സിറ്റാഡൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ്. ആ ബിഗ് ബിൽഡിംഗ് ഇവിടെ പറയുന്നു പ്രോബബ്ലി ആൻ അസംബ്ലി ഹാൾ, ഒരു അസംബ്ലി ഹാൾ ആവാം എന്ന് പറയുന്നു. അങ്ങനെയുള്ള അസംബ്ലി ഹാളിന്റെ റിമൈൻസ് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഭരണാധികാരികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അവർക്കാണല്ലോ അസംബ്ലി ഹാളും കാര്യങ്ങളും വേണ്ടത്. ഓക്കെ, സോ ദി ടു പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ് വർ സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റീസ്. സിറ്റാഡൽ എന്ന് പറയുമ്പോൾ ദി വെസ്റ്റ് ആൻഡ് ഹയർ, ലോവർ സിറ്റി എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആൻഡ് ലോവർ. ഓക്കെ, അപ്പോ ആ കാര്യങ്ങളും ക്ലിയർ ആയി. ഇനി ഫീച്ചേഴ്സ് അവിടെ കഴിയുന്നില്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഹാരപ്പൻ സിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം കുറച്ചധികം നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാനുണ്ട്, ഓരോന്നായിട്ട് പറഞ്ഞു പോകാനുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു സിറ്റാഡൽ, അതേപോലെ ലോവർ സിറ്റി എന്നുള്ള ഈ ഒരു ഭാഗം, ദി പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ് എന്ന ആ ഒരു ഭാഗം പറഞ്ഞ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് എന്തൊക്കെയാണ്? ഫസ്റ്റ് പേജിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഈ ക്ലാസ്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നീട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ഒരു ചെറിയൊരു
ചെറിയ നോട്ടായിട്ട് ഈ ഒരു ഡയഗ്രത്തിൽ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ദി ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ, അതേപോലെ RD ബാനർജി കണ്ടക്ടഡ് എക്സ്കവേഷൻസ് ഇൻ മൊഹൻജൊദാരോ ആൻഡ് ദയാറാം സാഹ്നി കണ്ടക്ടഡ് എക്സ്കവേഷൻസ് ഇൻ ഹാരപ്പ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ ഇവിടെ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ എക്സ്റ്റൻഷൻ ഫ്രം വേർ ടു വേർ, എവിടെ മുതൽ എവിടം വരെ, ആൻഡ് ഇറ്റ്സ് പീരീഡ്, ഏത് കാലഘട്ടത്തിലാണോ, ആ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു മാപ്പ് നമ്മൾ കറക്റ്റ് ഒബ്സർവ് ചെയ്തു. അതിന്റെ ബേസിൽ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്തു. എവിടം വരെ പറഞ്ഞു? പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്, സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റി. സോ ലെറ്റ്സ് കൺക്ലൂഡ് ഹിയർ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.